നേരിടാൻ തയ്യാറായി ഒരു മനസ്സുണ്ടെങ്കിൽ കീഴടങ്ങാൻ തയ്യാറായി ഒരു ലോകം തന്നെ നിന്റെ മുൻപിലുണ്ടാകും. ബുദ്ധിയുള്ള ആളുകൾ മറ്റുള്ളവർ പറയുന്ന നെഗറ്റീവ് അഭിപ്രായങ്ങളെ മുഖവിലേക്ക് എടുക്കാറില്ല. അതിലേക്ക് ശ്രദ്ധ ഊന്നിയാൽ അത് നമ്മളിൽ നെഗറ്റിവിറ്റി ഉണ്ടാക്കും എന്നത് ഒരു വസ്തുതയാണ്. മോശം അവസ്ഥയെ മികച്ചതാക്കി മാറ്റിയെടുക്കുക. ഏതൊരു സങ്കടത്തിലും നഷ്ടത്തിലും അടുത്ത തവണ നിങ്ങൾക്ക് അതിനെ മറികടക്കാനുള്ള ഒരു പാഠം ലഭിക്കും. തെറ്റുകൾ ക്ഷമിക്കാൻ എളുപ്പമാണ്, എന്നാൽ തകർന്ന വിശ്വാസം പുനഃസ്ഥാപിക്കുക എന്നത് പ്രയാസമാണ്. നിങ്ങൾ ഒരുപാട് മാറിപ്പോയി എന്ന് ആളുകൾ പറയുമ്പോൾ അതിനർത്ഥം അവരുടെ ഇഷ്ടത്തിനൊത്ത് പ്രവർത്തിക്കുന്നത് നിങ്ങൾ നിർത്തിയെന്നാണ്. ഇടയ്ക്കിടെ നമ്മളെ കളിയാക്കാനും കുറ്റപ്പെടുത്താനും ചിലരൊക്കെ വേണം. കാരണം ആ കളിയാക്കലിലും കുറ്റപ്പെടുത്തലും നമുക്കുള്ള പ്രചോദനമാണ്. തളരാത്ത പ്രത്യാശയ്ക്ക് മുന്നിൽ തകരാത്ത പ്രതിബന്ധങ്ങളില്ല. പ്രതിസന്ധികളും പരാജയങ്ങളും നമ്മുടെ ആത്മവീര്യത്തെ തകർക്കുമ്പോൾ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഉറച്ച പ്രത്യാശ നമ്മളിൽ ഉണ്ടാകണം. നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഒരു വൃക്ഷത്തെ പോലെ ഒറ്റയ്ക്ക് നിൽക്കുക. നിലത്ത് വീണാൽ വീണ്ടും പോരാടാൻ മുളച്ചു വരുന്ന ഒരു വിത്ത് പോലെയാകുക. പകയുള്ളവൻ അപവാദങ്ങൾ സൃഷ്ടിക്കും, വിഡ്ഢികൾ അത് പ്രചരിപ്പിക്കും, മൂഢന്മാർ അത് വിശ്വസിക്കും. നിങ്ങളുടെ ജീവിതം വളരെ ചെറുതാണ്. ശരിയായ രീതിയിൽ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുക, അല്ലാത്തവരെ മറക്കുക. സംഭവിച്ചതെല്ലാത്തിനും ഒരു കാരണമുണ്ടാകും. എന്തിനെയാണോ നമ്മൾ ഭയക്കുന്നത് അതിനെതിരെ തന്നെ നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങണം. കാരണം ചിന്തയിലൂടെയല്ല, പ്രവൃത്തിയിലൂടെയാണ് ആത്മവിശ്വാസവും ധൈര്യവും വളർന്നു വരുന്നത്. നമ്മുടെ ഭാവി തീരുമാനം എല്ലാവരോടുമായി വെളിപ്പെടുത്താതിരിക്കുക. തീരുമാനം ലക്ഷ്യത്തിലെത്തിയതിനു ശേഷം മാത്രം മറ്റുള്ളവരോട് പറയുക. വിജയിക്കാനായി നിങ്ങൾ പരാജയത്തെ അന്വേഷിക്കണം. എല്ലാ പാഠങ്ങളും തോൽവിയിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഭയം എന്നത് മിഥ്യയാണ്. ഭയം നിലനിൽക്കുന്ന ഒരേ ഒരു സ്ഥലം ഭാവിയെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകളിൽ മാത്രമാണ്. മറ്റൊരിടത്തും ഭയം നിങ്ങൾക്ക് ദർശിക്കാനാകില്ല. മറ്റുള്ളവർക്ക് വെളിച്ചം പകരാൻ പറ്റില്ലെങ്കിലും നമ്മൾ കാരണം ആരുടെയും ജീവിതം ഇരുട്ടിലാകരുത്. ആളുകൾ നിങ്ങളെ നിസ്സാരമായി കാണുന്നതിന്റെ ഒരേ ഒരു കാരണം അവർ എങ്ങനെ പെരുമാറിയാലും നിങ്ങൾ അവരുടെ കൂടെ കാണും എന്ന തോന്നലിലാണ്. ഒരു വ്യക്തിയോട് നമ്മൾ സംസാരിക്കുമ്പോൾ അയാൾ തല കുനിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മൾ സംസാരിക്കുന്നത് അവർക്ക് വളരെ ഇഷ്ടപ്പെടുന്നു എന്നാണ്. ചതിയാണോ നുണയാണോ കൂടുതൽ അപകടം എന്ന് ചോദിച്ചാൽ നുണയാണ് അപകടകാരി. ചതിക്കുമ്പോൾ നമ്മൾ ഒരു തവണ വേദനിക്കുന്നുള്ളൂ, എന്നാൽ ഓരോ നുണകളും ജീവിതകാലം മുഴുവൻ നമ്മെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.